നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറേ നാളായി. ഇനിയിപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കണ്ടേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ റമ്മിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും റമ്മിനകത്ത് സോക്ക് ചെയ്തതെന്നുള്ളത് ആ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് നമുക്കിവിടെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പ്രൊസീഡ് ചെയ്യാൻ കഴിയും. ആദ്യം തന്നെ പ്ലം കേക്ക് ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്ന ആ കേക്ക് ടിന്ന് നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് നല്ലോണം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ബട്ടർ പേപ്പറും കൂടി വെച്ച് വീണ്ടും ഓയിൽ ചെയ്ത് കൊടുത്താൽ നമുക്ക് കേക്ക് ഈസി ആയിട്ട് ഇളകി വരാൻ ഹെൽപ്പ് ചെയ്യും. പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1/2 കപ്പ് ഷുഗർ ഇടുന്നു. എന്നിട്ട് ഈ ഷുഗർ നമ്മൾ ചെറുതായിട്ടൊന്ന് വാം ചെയ്ത് കൊടുക്കുകയാണ്. തീ ഒരുപാട് ഇടാൻ പാടില്ല. വളരെ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ആവുമ്പോഴേക്കും അതിൻ്റെ സൈഡിലായിട്ട് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങും. പിന്നെ ഗ്രാജുവലി അത് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറും. അതുപോലെ ആ സമയത്ത് ഷുഗർ അലിഞ്ഞു തുടങ്ങുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഷുഗർ നല്ലൊരു കളർ ആകുന്നവരെ നമ്മളത് കാരമലൈസ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ഷുഗർ എത്രയാണോ എടുത്തത് അത്രയും തന്നെ വെള്ളവും കൂടി ആഡ് ചെയ്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം ഇങ്ങനെ ഒന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് വെള്ളം ഇങ്ങനെ പൊട്ടി മേളിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയ്യും മുഖമൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ഷുഗർ നല്ലോണം കാരമലൈസ്ഡ് ആയിട്ട് നല്ലൊരു കളറി വന്നിട്ടുണ്ട്. ഞാനിതൊരു 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ഒന്ന് പൊടിച്ചു വെക്കാം. ഞാനിവിടെ 3/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുത്ത് പൊടിച്ചു വെക്കാം. അപ്പോൾ ഈ പൊടിക്കാൻ പോകുന്ന ഷുഗറിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, പിന്നെ ഡ്രൈ ജിഞ്ചർ ഉണ്ടെങ്കിൽ അത്, നട്ട്മെഗ് അതായത് ജാതിപത്രി ഉണ്ടെങ്കിൽ അത്, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. ഇവിടെ എനിക്ക് ജാതിപത്രീൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊക്കെ സ്പൈസസ് ആണോ വേണ്ടത് അതൊക്കെ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗറും സ്പൈസസും കൂടി നല്ലോണം ഒന്ന് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. അതായത് അതിൽ നിന്ന് കുറച്ച് റമ്മെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം നമുക്ക്. അധികം മോയ്സ്ചർ ഇല്ലാതെ അധികം നനവില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അരിച്ചെടുക്കുന്നതിൽ നിന്ന് നമ്മൾ റിച്ച് പ്ലം കേക്ക് ആണെങ്കിൽ 1.5 കപ്പ് എടുക്കാം. അതല്ല അധികം ഫ്രൂട്ട്സും നട്ട്സും ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് മൈദയാണ് വേണ്ടത്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം. പിന്നെ 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. 1/8 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അളവാണ്. ഒരു 2 പിഞ്ച് ഓഫ്, അതായത് 2 നുള്ള് അത്രയും മാത്രം മതി. എന്നിട്ട് ആദ്യം ഇതെല്ലാം കൂടി ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പയിലിട്ട് നമുക്ക് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി അരിക്കാൻ വെച്ചത് നല്ലോണം ഒന്ന് അരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി മെഷർ ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോഴും ചെറിയൊരു നനവുണ്ടാകും. അപ്പോൾ ആ ഒരു നനവോട് കൂടി നമ്മൾ കേക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കേക്കിന് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ ഒന്നുകിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ, ഇത് ഏതെങ്കിലും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ നനവൊന്ന് കുറച്ചതിന് ശേഷം വേണം നമുക്ക് കേക്കിലേക്ക് ഇടാൻ. സോ നമുക്കപ്പോൾ അങ്ങനെയൊന്ന് പഞ്ചസാര പൊടിച്ചതിലോ മൈദയിലോ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒന്ന് മാറ്റി വെക്കാം. ഇനി നനവില്ലാത്തൊരു ബൗളിലേക്ക് 100 ഗ്രാംസ് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ട് നമ്മൾ നല്ലോണം അതൊന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു 3 to 4 മിനിറ്റ്സ് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടയായിട്ടിരിക്കുന്ന ബട്ടർ ആണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന് കുറച്ച് മുമ്പ് 1 or 2 hours മുമ്പേ എടുത്ത് അത് പുറത്ത് വെച്ചിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് വേണം കേക്കിനായിട്ട് യൂസ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ട ഓരോന്നായിട്ട് നമ്മൾ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, മുട്ട നമ്മൾ വേറൊരു പാത്രത്തിൽ, വേറൊരു ബൗളിലോ ചെറിയ ബൗളിലോ വല്ലതും പൊട്ടിച്ചൊഴിച്ച ശേഷം നമ്മുടെ കേക്കിൻ്റെ ഈ ബട്ടർ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ലേ അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ചില സമയത്ത് മുട്ട ചീത്തയാവാൻ വഴിയുണ്ട്. ആ സമയത്ത് നമ്മൾ എല്ലാ മുട്ടയും കൂടെ ഒന്നിച്ച് ഇതിലേക്ക് തന്നെ ഒഴിക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചീത്തയായിട്ട്
ആയിട്ട് പോവും, നമ്മളെടുത്ത് കളയേണ്ടി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ മുട്ട ഞാൻ ഉടച്ചപ്പോൾ ഞാനും ഓർക്കാതെ പെട്ടെന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നീട് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടാണ് ഓരോ പ്രാവശ്യവും മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നമ്മൾ റമ്മ് ഡ്രെയിൻ ചെയ്തെടുത്ത ഡ്രമ്മില്ലേ, ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഡ്രെയിൻ ചെയ്തെടുത്ത റമ്മ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 to 6 മിനിറ്റ്സ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച മൈദയുടെ മിക്സ്, മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ആ ഒരു മിക്സ് കുറേശ്ശെ ഇട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല, വളരെ സ്ലോ ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ മൈദയും ഇതിലേക്കിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, കാരമൽ സിറപ്പ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കുറേശ്ശെ ആഡ് ചെയ്ത് വളരെ പതുക്കെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതായത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഈ കേക്ക് ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. എന്ന് വെച്ച് നമ്മൾ ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാ കേക്ക് ബാറ്ററും ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കേക്ക് ടിൻ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി മതി. നമ്മുടെ എയർ ബബിൾസ് എന്തെങ്കിലും ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂസാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് റേസിൻസോ ചെറീസോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലോ അല്ലെങ്കിൽ കുക്കറിൽ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ അലൂമിനിയം പാത്രം വെച്ചിട്ട് അതിനകത്താണെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഓവനിൽ 160 ഡിഗ്രീസിൽ ഇത് 1 മണിക്കൂർ എടുത്തു ബേക്ക് ചെയ്ത് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അവൻ്റെ സെറ്റിങ്സ് അനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമും ടെമ്പറേച്ചറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുക. ഇതൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഹാർട്ട് ആൻഡ് ഹോം ബൈ മിത്ര എന്നുള്ള ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.